ഇന്ന് 2017 ഡിസംബറിൽ നടന്ന കേറ്ററ്റ് എക്സാം കാറ്റഗറി 2-വിലെ പാർട്ട് 1 സോഷ്യൽ സയൻസിലെ 60 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരാൻ പോകുന്ന കേറ്ററ്റ് എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം. ദ ഇയർ ഓഫ് കുണ്ടറ പ്രൊക്ലമേഷൻ ഈസ് 1809. 1:5 lakhs എന്ന ഭൂപടത്തോത് അർത്ഥമാക്കുന്നത് എന്ത്? ദ മാപ്പ് സ്കെയിൽ 1:5 lakhs മീൻസ് 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. 1 സെന്റിമീറ്റർ റെപ്രസെന്റ്സ് 5 കിലോമീറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിന്റെ മൊത്തമൂല്യമാണ് GDP? GDP ഈസ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ഡാഷ്. രാജ്യത്തിനകത്തുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും മൊത്തമൂല്യമാണ് GDP. ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ എക്കോണമി. ഹൈറോഗ്ലിഫിക്സ് എന്ന എഴുത്തുവിദ്യ നിലനിന്നിരുന്നത് എവിടെയാണ്? ഹൈറോഗ്ലിഫിക്സ്, ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. 1 ഡിഗ്രി രേഖാംശത്തിന് തുല്യമായ സമയം എത്രയാണ്? വാട്ട് ഈസ് ദ ടൈം ഈക്വലന്റ് ഫോർ 1 ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡ്? 4 മിനിറ്റ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട വസ്തുത ഏതാണ്? എമംഗ് ദി ഫോളോയിങ് ഫാക്ട്സ് വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു രാജാറാം മോഹൻ റോയ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. 1915 ജനുവരി 9 പ്രാധാന്യം എന്താണ്? വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജനുവരി 9, 1915? ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ. ആദ്യമായി ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം. ദ ഇയർ ഇൻ വിച്ച് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെയർ ഫസ്റ്റ്ലി നാഷണലൈസ്ഡ് ഇൻ ഇന്ത്യ. 1969. ഭൂമിയുടെ കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ദ കോർ ഓഫ് ദി എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് നിഫെ. താഴെ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രാഥമിക മേഖലയിൽ വരുന്നത് ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റി കംസ് അണ്ടർ പ്രൈമറി സെക്ടർ? മത്സ്യബന്ധനം, ഫിഷിംഗ്. ഇന്ത്യയിൽ പണപ്രദാനം നിയന്ത്രിക്കുന്നത് ആര്? ഹൂ റെഗുലേറ്റ്സ് ദി മണി സപ്ലൈ ഇൻ ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ദാറ്റ് ഷെയർസ് ബൗണ്ടറി വിത്ത് കർണാടക ആൻഡ് തമിഴ്നാടു. വയനാട്. താഴെ നൽകിയിട്ടുള്ളവയിൽ വലിയ തോത് ഭൂപടം ഏത്? ഐഡന്റിഫൈ ദ ലാർജ് സ്കെയിൽ മാപ്പ് ഫ്രം ദ ഫോളോയിങ്. കാഡസ്ട്രൽ മാപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യവികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഡാഷ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പബ്ലിഷേഴ്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്? UNDP. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹൂ ഹെയിൽഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആസ് എ മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ്? മഹാത്മാഗാന്ധി. ഭൗമാന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് ഏത്? ഐഡന്റിഫൈ ദ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ എർത്ത് സർഫസ്. 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ. ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക ഉഷ്ണക്കാറ്റുകളാണ് ഡാഷ്. ദ ലോക്കൽ ഹോട്ട് വിൻഡ്സ് ബ്ലോയിങ് ഇൻ ഇന്ത്യ. ലൂ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമേറിയത് ഏത്? ദ ലോങ്ങസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. നർമ്മദ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഹൂ റൈസ്ഡ് ദിസ് സ്ലോഗൻ? ബാലഗംഗാധര തിലക്.
സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് ഡാഷ്. ശുക്രൻ, വീനസ്. അനിമോമീറ്റർ രേഖപ്പെടുത്തുന്നത് എന്തിനെയാണ്? അനിമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഡാഷ്. കാറ്റിൻ്റെ വേഗം, വിൻഡ് സ്പീഡ്. കുളച്ചൽ യുദ്ധം 1741 നടന്ന കുളച്ചൽ യുദ്ധം ഏതെല്ലാം ശക്തികൾ തമ്മിലായിരുന്നു? ഹു വെർ ദി പവേഴ്സ് ഫോട്ട് ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741? തിരുവിതാംകൂറും ഡച്ചുകാരും. ട്രാവൻകൂർ ആൻഡ് ദി ഡച്ച്. മൈക്രോ ഫിനാൻസിന്റെ കീഴിൽ വരുന്നത് ഡാഷ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം? സ്വയം സഹായ സംഘങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഹാരപ്പൻ സംസ്കാരവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ട സവിശേഷത ഏതാണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹാരപ്പൻ കൾച്ചർ? മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. ബീഗം ഹസ്രത് മഹൽ 1857 ബ്രിട്ടീഷ് വിരുദ്ധ സമരമുന്നേറ്റത്തിന് നേതൃത്വം വഹിച്ചത് എവിടെയാണ്? ബീഗം ഹസ്രത് മഹൽ ലെഡ് ദ ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റ് ഓഫ് 1857 ഇൻ വിച്ച് പ്ലേസ്? ലക്നൗ. ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ ഉത്ഭവത്തിനും വികാസത്തിനും കാരണമായി പ്രവർത്തിച്ച യൂറോപ്യൻ ശക്തി ഏതാണ്? വിച്ച് യൂറോപ്യൻ പവർ കോസ്ഡ് ടു ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ആർട്ട് ഫോം നോൺ ആസ് ചവിട്ടുനാടകം? പോർച്ചുഗീസുകാർ. താഴെ പറയുന്നവയിൽ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? വിച്ച് among the following statement is related to Neolithic age? വേട്ടയാടാനും കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാനും മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. പോളിഷ്ഡ് സ്റ്റോൺ വെപ്പൺസ് യൂസ്ഡ് ഫോർ ഹണ്ടിങ് ആൻഡ് ഡിഗിങ് ദ റൂട്ട്സ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഭൂമിയുടെ യഥാർത്ഥ ആകൃതിയെ സൂചിപ്പിക്കുന്നത് ഏത്? വിച്ച് among the following represents the true shape of the earth? ജിയോയിഡ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ സൂര്യോച്ച ദിനമേത്? വിച്ച് among the following is the അഫിലിയൻ ഡേ? ജൂലൈ 4. ഏത് രാജ്യത്താണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ഇംഗ്ലണ്ട്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ താഴെ പറയുന്നതിൽ അനുയോജ്യമായത് ഏത്? വിച്ച് among the following is appropriate to improve students' participation in classroom activity? സംഘപ്രവർത്തനങ്ങളും റിപ്പോർട്ടിങ്ങും. ബൈ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ്. ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം ആവിഷ്കരിച്ചത് ആരാണ്? ഹു കൺസീവ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്രാം സ്വരാജ്? മഹാത്മാഗാന്ധി. സാമൂഹ്യശാസ്ത്രത്തിന്റെ ബോധന ഉദ്ദേശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഐറ്റം ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ലേണിംഗ് സോഷ്യൽ സയൻസ്. ഗണിതശാസ്ത്ര പ്രോഗ്രഷനെ കുറിച്ചുള്ള ആശയം വികസിപ്പിക്കുന്നതിന്. ടു ഡെവലപ്പ് കൺസെപ്റ്റ്സ് അബൌട്ട് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇന്ത്യയിൽ തുടർച്ചയായി സെൻസസ് നടന്നു വരുന്നത് ഓരോ ഡാഷ്. സെൻസസ് ഇൻ ഇന്ത്യ ഈസ് ബീയിങ് ഹെൽഡ് റെഗുലർലി ആഫ്റ്റർ എവരി 10 years. 10 വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടന്നു വരുന്നത്. താഴെ പറയുന്നതിൽ പാഠപുസ്തകത്തിന്റെ പ്രയോജനത്തിൽ പെടാത്തത് ഏത്? വിച്ച് among the following is not a purpose of textbook? മൂല്യനിർണ്ണയ പ്രൊഫൈൽ രൂപപ്പെടുത്തുന്നതിന്. ടു പ്രിപ്പയർ ഇവാലുവേഷൻ പ്രൊഫൈൽ. താഴെ പറയുന്നതിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത രീതി ഏത്? ഐഡന്റിഫൈ ദ ലേണർ സെന്റേർഡ് സ്ട്രാറ്റജി. പ്രോജക്റ്റ് മെത്തേഡ്. താഴെ പറയുന്നവയിൽ പഠന നേട്ടവുമായി ബന്ധപ്പെടാത്തത് ഏത്? ദ ഐറ്റം വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് ഔട്ട്കം. അളക്കുവാൻ ബുദ്ധിമുട്ടുള്ളത്. ഡിഫിക്കൽറ്റി ടു മെഷർ. താഴെ പറയുന്നവയിൽ നല്ല പഠനാനുഭവം അല്ലാത്തത് ഏത്? വിച്ച് among the following is not a good learning experience? അധ്യാപക കേന്ദ്രീകൃതം.
ഫാക്കൽറ്റി ഫോക്കസ്ഡ്. ചരിത്ര പഠനത്തിൽ പ്രാഥമിക സ്രോതസ്സായി പരിഗണിക്കാവുന്നത് താഴെ പറയുന്നതിൽ ഏത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി സോഴ്സ് ഫോർ ദ ലേണിംഗ് ഓഫ് ഹിസ്റ്ററി? നാണയം, കോയിൻ. പ്രാദേശിക ചരിത്ര രചനയിലൂടെ കുട്ടികൾക്ക് കൈവരിക്കാനാവാത്ത ശേഷി ഏത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഫെമിലിയറൈസ്ഡ് ബൈ ദ ലേണർ ത്രൂ ദ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് പ്രോജക്റ്റ്? ഭൗതിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരണ, അവയർനെസ് ഓൺ ഫിസിക്കൽ ഫിനോമിനൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കുക, ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്. ചൈനയിൽ നിലവിലിരിക്കുന്ന കക്ഷി സമ്പ്രദായം ഏത്? ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രിവൈൽസ് ഇൻ ചൈന. ഏകകക്ഷി സമ്പ്രദായം, വൺ പാർട്ടി സിസ്റ്റം. താഴെ പറയുന്നവയിൽ പഠിതാക്കളുമായി നേരിട്ട് ബന്ധമില്ലാത്ത സാമഗ്രിയാണ് ഡാഷ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ ലേണർ? അധ്യാപക സഹായി, ടീച്ചർ ടെക്സ്റ്റ്. താഴെ നൽകിയിരിക്കുന്നവയിൽ രാഷ്ട്രീയ അവകാശം ഏത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പൊളിറ്റിക്കൽ റൈറ്റ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഫോം അസോസിയേഷൻ. താഴെ പറയുന്നതിൽ പാഠപുസ്തക രീതിയുടെ ഗുണമേന്മയിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്? സാമൂഹീകരണം സാധ്യമാകുന്നു, സോഷ്യലൈസേഷൻ ഈസ് പോസിബിൾ. സാമൂഹ്യശാസ്ത്രത്തെ അടിസ്ഥാന ശാസ്ത്രവുമായി വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാവുന്നതാണ്. കാരണം എന്ത്? സോഷ്യൽ സയൻസ് ഈസ് ഈസിലി കോറിലേറ്റഡ് വിത്ത് ബേസിക് സയൻസ് ബിക്കോസ് ഭൗതിക പരിസ്ഥിതി രണ്ട് വിഷയങ്ങളുടെയും പൊതുവായ മേഖലയാണ്. ഫിസിക്കൽ എൻവയോൺമെന്റ് ഈസ് ദി കോമൺ ഏരിയ ഓഫ് ബോത്ത് ദി സബ്ജക്ട്സ്. പരമാവധി ഉള്ളടക്ക മേഖല ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ചോദ്യരൂപം ഏത്? ദ ടെസ്റ്റ് ഐറ്റം വിച്ച് ഗീവ്സ് മാക്സിമം കണ്ടന്റ് കവറേജ്. വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറിയിൽ സംവാദത്തിനായി ഉപയോഗിക്കാവുന്ന വിഷയം ഏത്? ടോപ്പിക് അപ്രോപ്രിയേറ്റ് ഫോർ ഡിബേറ്റ് ഇൻ എ സോഷ്യൽ സയൻസ് ക്ലാസ് റൂം. ക്ലാസ് മുറിയിലെ ശിക്ഷയും ബാലാവകാശങ്ങളും. പണിഷ്മെന്റ് ഇൻ ക്ലാസ് റൂം ആൻഡ് ചൈൽഡ് റൈറ്റ്സ്. താഴെ പറയുന്നവയിൽ നിന്നും റോൾ പ്ലേയുടെ പരിമിതി കണ്ടെത്തുക. ഐഡന്റിഫൈ ദ ലിമിറ്റേഷൻ ഓഫ് റോൾ പ്ലേ ഫ്രം ദ പോയിന്റ്സ് ഗിവൺ ബിലോ. ക്ലാസ് റൂം അന്തരീക്ഷത്തെ ആശ്രയിച്ചാണ് റോൾ പ്ലേ നടക്കുന്നത്. റോൾ പ്ലേ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ക്ലാസ് റൂം. മതനിരപേക്ഷത എന്ന പദം താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേം സെക്യുലറിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് എമംഗ് ദി ഫോളോയിങ്? മതം, റിലീജിയൻ. അന്ത്യോദയ അന്ന യോജനയിലെ പ്രത്യേക പരിഗണനാ വിഭാഗം ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി സ്പെഷ്യൽ ടാർഗറ്റ് ഗ്രൂപ്പ് ഇൻ അന്ത്യോദയ അന്ന യോജന? ദരിദ്രരിൽ ദരിദ്രർ, പുവറസ്റ്റ് ഓഫ് ദി പുവർ. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ദ സ്റ്റേറ്റ് ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ഡാഷ്. ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഹൂ ഗീവ്സ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. രാജസ്ഥാൻ. സ്കൂൾ തല സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയം ഏത്? ഐഡന്റിഫൈ ദ സബ്ജക്ട് ഇൻക്ലൂഡഡ് ഇൻ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്സ് അറ്റ് സ്കൂൾ ലെവൽ. മനഃശാസ്ത്രം, സൈക്കോളജി.
താഴെ പറയുന്നതിൽ സാമൂഹ്യശാസ്ത്രത്തിന്റെ ബോധന സാമഗ്രികളിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് among the following is not an instructional material for social science? ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ. സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഫീച്ചർ ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ലേണിംഗ് ഓഫ് സോഷ്യൽ സയൻസ്. ബുദ്ധിയുടെ വൈജ്ഞാനിക തലങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സ്റ്റഡീസ് ദ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലിജൻസ്. വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭരണവ്യവസ്ഥ ഏതാണ്? ഫോം ഓഫ് ഗവൺമെന്റ് വിച്ച് പ്രൊട്ടക്ട്സ് ആൻഡ് പ്രൊമോട്ട്സ് ദ ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ദി ഇൻഡിവിജ്വൽ. ജനാധിപത്യം, ഡെമോക്രസി. ടീച്ചിങ് മാനുവൽ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ടീച്ചിങ് മാനുവൽ ഈസ് ബേസിക്കലി റിലേറ്റഡ് വിത്ത് ഡാഷ്. അധ്യാപിക നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ, ഗോൾ സെറ്റ് ബൈ ദി ടീച്ചർ. ജ്ഞാനനിർമ്മിതി സമീപനത്തിൽ ഉൾപ്പെടാത്ത ഇനം ഏത്? ദ ഐറ്റം ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. പാഠപുസ്തക കേന്ദ്രീകൃതം, ടെക്സ്റ്റ് ബുക്ക് സെന്റേർഡ്. 2017 ഡിസംബറിൽ നടന്ന കേറ്ററ്റ് എക്സാമിൽ സോഷ്യൽ സയൻസിൽ നിന്നും ചോദിച്ച 60 ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു പുസ്തകങ്ങൾ പഠിക്കുന്നതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കേറെ പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.